നമ്മൾ ഒരു വ്യക്തി നല്ലതാണെങ്കിലും നല്ലതാണെന്ന് പറയണം, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം. പക്ഷേ മോശമാണ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കണം ഇവർ ശരിയാണ്, എല്ലാം ശരിയാണ്. കേരളത്തിലെ പച്ചപ്പിൽ ആറ്റിങ്ങലിലെ കായൽ കാറ്റേറ്റ് വളർന്ന ഒരു ബാലൻ, കടലിനോട് പൊരുതുന്ന ഒരു ബോട്ട് തൊഴിലാളിയുടെ മകൻ ശ്രീ MK രാജൻ വർഷങ്ങൾക്കിപ്പുറം ഒമാനിലെ സോഹാറിൽ MHT എന്ന മുർത്തഫാദ് ഹൈമ ട്രേഡിംഗ് എന്ന വലിയ സംരംഭത്തിന്റെ അമരക്കാരനായതിനു പിന്നിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മണലാരുണ്യത്തിലേക്ക് വണ്ടി കയറുമ്പോൾ രാജൻ കയ്യിൽ കരുതിയിരുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം, ഒരേ ഒരു സമ്പാദ്യം മാത്രമായിരുന്നു. അമ്മ കൗസല്യ പകർന്നു നൽകിയ തളരാത്തൊരു മനസ്സും ജീവിതത്തിന്റെ ഒരു വലിയ വിജയവും. നമ്മൾ ഇത്രയും ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പാടില്ലാത്ത അത്രയും രീതിയിൽ എല്ലാം ഉണ്ടായിട്ടെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഷാർക്ക് സോഫാർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലിക്കാൻ 1978 ആറ്റിങ്ങൽ ITIയിൽ നിന്നും ഇറങ്ങിയ രാജൻ ഇലക്ട്രിക്കൽ വയറുകൾക്കും പൈപ്പുകൾക്കുമിടയിൽ ഭാവി കോറിയിട്ടു. 80കളിൽ മണലാരണ്യത്തിന്റെ വിളികേട്ട് റൂവിയിലെത്തിയപ്പോൾ രാജൻ അറിഞ്ഞിരുന്നില്ല തന്റെ വിയർപ്പിൽ നിന്നും ഇത്തരത്തിലൊരു വലിയ സംരംഭം കെട്ടിപ്പടുക്കുമെന്ന്. റിയാദിലെ ചുട്ടുപൊള്ളുന്ന മണലും അബുദാബിയിലെ കൂറ്റൻ എണ്ടട്ടാങ്ങർക്കുമിടയിൽ അവൻ പലതവണ ജോലിയിൽ പരീക്ഷിച്ചിരുന്നു. തിരിച്ചടികൾ പലതുണ്ടായി. കടപുഴകാത്ത നിശ്ചയദാർഢ്യം രാജനെ ഉയരങ്ങളിലേക്ക് നയിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഇത്രയും ഒരു മനസ്സുഖം അല്ലെങ്കിൽ മനതൃപ്തി, ഒരു രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാം, നമുക്കെന്തെങ്കിലും നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമല്ല. 1995 ഏപ്രിൽ 11 സോഹാറിന്റെ മണ്ണിൽ രാജനെത്തി. ഫൈബർ ഗ്ലാസിന്റെ ലോകത്തൊരു സാധാരണ സഹായിയായി തുടങ്ങിയ യാത്ര 2 പതിറ്റാണ്ടുകൾക്കാലം മറ്റൊരാൾക്ക് കീഴിൽ വിശ്വസ്തനായി ജോലി ചെയ്തു. ഒടുവിൽ 2003 വെറും 6 പേരുമായി തുടങ്ങിയ ആ ചെറിയ ചുവട് ഇന്ന് മുർത്തഫാദ് ഹൈമ ട്രേഡിംഗ് എന്ന വിശ്വസ്ത പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. എൻ്റെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു കീറിപ്പറിഞ്ഞ ട്രസ്റ്റിനോട് കൂടിയാണ് ഞാൻ അന്ന് അവിടുന്ന് വിമാനം കയറുന്നത്. ഇന്ന് രാജൻ ഒരു പേര് മാത്രമല്ല, ഒരു പാഠപുസ്തകമാണ്. കഠിനാധ്വാനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠപുസ്തകം. ഹൈഡ്രോളിക് പൈപ്പുകൾ മുതൽ സമുദ്ര നിർമ്മിതികൾ വരെ ഒമാന്റെ ആകാശരേഖകളിൽ രാജന്റെ കൈമുദ്ര ഇന്ന് പതിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാട്ടിലിപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവർ പൊടി കൊണ്ടുവന്ന് അവർ കുത്തും. പൊടി കൊണ്ട് കുത്തിയിട്ട് അവർ ചോദിക്കുന്ന പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരടിച്ചു പൊളിക്കും. തിരക്കുകൾക്കും യാത്രകൾക്കുമിടയിൽ ദർശന TV വിരുന്നിന്റെ അതിഥിയായി ഇന്നെത്തുന്നത് ശ്രീ MK രാജൻ. സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യം തന്നെ വളരെ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സൗഹൃദ വലയത്തിലുള്ളൊരു വ്യക്തി കൂടിയാണ് സാറ്. ഞാൻ എപ്പോഴും നമ്മൾ ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു നാഷണൽ ടെലിവിഷൻ്റെ ഒരു ഫ്രെയിമിലേക്ക് വരുമ്പോൾ ആധികാരികതയ്ക്ക് ഒരു വലിയൊരു പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, സാറിൻ്റെ ഒരു തുടക്കം എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ സാറിൻ്റെ ഒരു തുടക്കം ഇന്ന് MHT എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമാണ്. പ്രത്യേകിച്ച് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഒമാൻ നാഷണൽ വെൽഫെയർ കോർഡിനേറ്ററാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ. എങ്ങനെയായിരുന്നു തുടക്കം, എങ്ങനെയായിരുന്നു ഇവിടേക്ക് എത്തപ്പെട്ടതെന്ന് പറയാമോ? അതായത് ഞാൻ 1981 ഇവിടെ ഒരു ഹെൽപ്പറായിട്ട് മസ്കറ്റിലെ ഒരു റൂബിയിൽ ഒരു കമ്പനിയിൽ ആണ് ഞാൻ വന്നത്. അവിടെ ഒരു ഹെൽപ്പറായിട്ട് വന്നു. പിന്നെ ആ കമ്പനിയിൽ നിന്ന് തന്നെ അവിടെ കുറച്ച് വെള്ളക്കാരുടെ അവരുടെ ലൈത്ത് PMS എന്ന് പറഞ്ഞ പെട്രോളിയം മെക്കാനിക്കൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം വെള്ളക്കാർ തുടങ്ങി. ഞാൻ അവരുടെ കൂടെ കൂടി കമ്പനിയിൽ 2 വർഷം അവിടെ ജോലി ചെയ്തു. 23 സെപ്റ്റംബറിൽ നാട്ടിൽ പോയി. അപ്പം അതിനു മുമ്പ് നമ്മളൊരു അന്നത്തെ ഏജ് വളരെ ഇതായതുകൊണ്ട് ആ കമ്പനിയിൽ നിന്ന് പിന്നെ അവസാനം വേറൊരു കമ്പനിയിലേക്ക് പോകാമെന്നുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പോയെങ്കിലും പിന്നെ നാട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് വിസ പിന്നെ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 84-ലാണ് സൗദിക്ക് ഇങ്ങനെ ഒരു വേക്കൻ്റ് ഉണ്ടായത്. അതൊക്കെ ഒരു ഏജൻറ്റ് ത്രൂ ആണ് പോയത്. ഏജൻറ്റ് ത്രൂ വഴി പോയി ബോംബെയിൽ പോയി അവിടെ കുറേ പൈസയൊക്കെ കൊടുത്തു. അവിടുന്ന് ഒരു ഇലക്ട്രീഷ്യൻ സൗദിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം മാത്രമേ ഇലക്ട്രീഷ്യനായിട്ട് അവിടെ എടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ഇൻ്റർവ്യൂവിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും
ഞാനാണ് പാസ്സായത്. ഒടുവിൽ അവർ എനിക്ക് വിസ തന്നവർ കൊണ്ടുപോയി. ഞാൻ ആ പോയ കമ്പനിയിലായിരുന്നില്ല, അത് വേറൊരു റാഷീദ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കൂടെയായിരുന്നു അവിടെ. അല്ലാതെ അവിടെ വേറെ രണ്ടാൾക്ക് കൂടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം ആയിരുന്നു ജോലിക്ക് പോവുകയും വരികയൊക്കെ ചെയ്തു. 3 മാസം നല്ല ഇതായിരുന്നു. നമുക്ക് നല്ല ഫുഡും കാര്യങ്ങളും വളരെ ഇതായിട്ട് നമ്മൾ അവിടെ താമസിക്കുകയായിരുന്നു. 3 മാസം കഴിഞ്ഞുകൊണ്ടേ നമ്മുടെ ആദ്യം കൊണ്ടുപോയ ഒമാനി. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ വർക്ക്, അത് വീടുകളിൽ പോയി ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നതായിരുന്നു. ഒമാനി തിരിച്ചു വിളിച്ചു, അവിടെ വാ എന്ന് പറഞ്ഞു. അവിടെ അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഒരു 7 പേർ ആൾക്കാർ ഒരുമിച്ചാണ് നമ്മൾ പോയത്. അപ്പം സാലറി കാര്യങ്ങളൊന്നുമില്ല. സാലറി ഒന്നും ഇല്ലാതെ എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി എന്തായാലും ഈ കമ്പനിയിൽ നമുക്കത് തുടരാൻ സാധ്യമില്ല, നമുക്ക് തിരിച്ചു പോവാം എന്നുള്ളൊരു വന്നപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവർ നമ്മളെ ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ഒന്നുമില്ലാതെ അവിടുന്ന് ഫ്ലൈറ്റ് കയറേണ്ടി വന്നു സൗദി. അപ്പം അന്ന് എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു കീറിപ്പറിഞ്ഞ ഒരു ഡ്രസ്സിലോട് കൂടിയാണ് ഞാൻ അന്ന് അവിടുന്ന് വിമാനം കയറുന്നത്. അവർ കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ടുവന്ന് കയറ്റിവിടുകയാണ്. എൻ്റെ ഒന്നുമില്ല, ബാഗില്ല, ഒരു സാധനമില്ല, റൂമിൽ പൂട്ടിയിട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് കയറ്റി വിട്ട് മസ്കറ്റിൽ വന്നു, അല്ല ബോംബെയിൽ വന്നു. ബോംബെയിൽ ട്രാവൽ ഏജൻസി എന്ന് പറ്റാൻ നമുക്ക് അവരുടെ പൈസയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. ഒരു വേറെ സ്ഥലത്ത് കയറ്റി വിടും എന്നൊക്കെ വിചാരിച്ചു. അവരൊന്നും കയറ്റിയൊന്നും വിട്ടില്ല. ആ സമയത്ത് എന്നെ ഗൾഫിലേക്ക് എയർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബന്ധുവിൻ്റെ ഒന്ന് ഒരു 15,000 രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ 15,000 രൂപ. അപ്പം ഞാൻ ബോംബെയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നാട്ടിൽ നിന്ന് അറിയിക്കേണ്ട, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയി വന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നമ്മൾ ഇവരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ നാട്ടിൽ അബുദാബിയിൽ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നാട്ടിൽ മസ്കറ്റിൽ സൗദിയിലേക്ക് വിളിക്കുമ്പോൾ ഞാനവിടെ ഇല്ല. രാജൻ മെസ്സി കൂടെ ഒരു റൂമിലിരിക്കുന്ന ആൾക്കാർ അറിയത്തില്ല. എന്നെ അവന്മാരെ കൊണ്ടൊന്ന് റൂമിൽ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പൂട്ടിയിട്ടിട്ടാണ് എന്നെ കൊണ്ടൊന്ന് കയറ്റി വിടുന്നത്. അപ്പോൾ അവരുടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ നേരെ പോയി സ്റ്റേഷനും കാര്യങ്ങളിലൊക്കെ പോയി രാജനെ കാണാൻ മെസ്സി കാണും. അപ്പം നാട്ടിൽ വിവരം അറിയും. നാട്ടിൽ ഞാൻ ബോംബെയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ടെന്ന് നാട്ടിൽ അറിയിക്കേണ്ട, അതായത് ജോലി ശരിയായിട്ട് നമ്മളെ അറിയിച്ചാൽ മതി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല. നാട്ടിൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ അവിടെ കണ്ണൊക്കെ ആയി. നാട്ടിൽ ആൾക്കാരൊക്കെ പിന്നെ അമ്മയെ കാണാൻ വരും. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എൻ്റെ മാമൻ്റെ മകൻ്റെ നടന്ന ഈ 15,000 രൂപ മേടിച്ചതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ പറഞ്ഞു പൈസ വേണം, ഞാൻ മരിച്ചു, അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീടും പേരിടും അവരുടെ പേരിൽ, നമ്മുടെ പേരിലുള്ള വസ്തുവാണ് പുള്ളി. നമുക്കത് ഇപ്പോൾ വേറെ വീടുണ്ട്. നമ്മുടെ ജനിച്ച സ്ഥലം കീഴാറ്റിങ്ങലാണ്. ആ സ്ഥലം അവിടെ നിന്ന് പോയി. നാൾ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ അറിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഇത്രയും സംഭവങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെയാണ് നാട്ടിൽ അറിയിച്ചു ഞാൻ ഇങ്ങനെ ബോംബെയിലുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ കുറേ നാൾ ഇങ്ങനെ അവിടെ ഈ ഇലക്ട്രിക്കൽ വർക്ക് സംഭവമായിട്ട് ഇലക്ട്രിക് വർക്ക് തന്നെയാണ് നമ്മൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഈ 1990-ലായിരുന്നല്ലോ അബുദാബിയിലെ അൽഹബേഷി എന്ന് പറയുന്ന ഒരു, അതെ 90-ലാണ്. അത് പിന്നീടാണ്. അത് പിന്നീടാണ്. ഇതെല്ലാം വഴിത്തിരിവായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 90-ൽ ഇത് കണക്ക് നമ്മുടെ ഈ ഇവിടെ മസ്കറ്റിൽ നമ്മൾ ചെയ്ത സൺ ബ്ലാസ്റ്റിംഗ് പെയിൻറ്റിങ് ആയിരുന്നു ആ കമ്പനിയുടെ. അപ്പോൾ ആ കമ്പനിയിൽ വന്നപ്പം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ബോംബെയിൽ എന്ന് പറഞ്ഞു. വെള്ളക്കാരന്മാരുടെ കമ്പനിയായിരുന്നു അൽഹബേഷി എന്ന് പറഞ്ഞിട്ട്. ആ കമ്പനി ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ പാസ്സായി. അങ്ങനെ 90-ൽ ഞാൻ അബുദാബിയിൽ വന്നു. 90 തൊട്ട് ഈ നിമിഷം വരെയും റെഗുലറായിട്ട് ഗൾഫിലായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 90-ൽ ഞാൻ അവിടെ ഇതാണ് പിന്നെ അത് ഈ ഉമ്മൽനാറിൽ മറ്റേ ഇങ്ങനെ ഒരു പെയിൻറ്റിങ്ങും മറ്റേ ഏതൊരു വീഡിയോ സൈറ്റിലെ വർക്കായിരുന്നു. നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല, നല്ല രീതിയിലാണ്.
അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് 91-ലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. 90-ലാണ് ഞാൻ പോകുന്നത്, 91-ൽ ഞാൻ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടു. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചാൾ കുട്ടികളൊന്നുമില്ല ആയിരുന്നപ്പോഴത്തേക്ക് അല്ല, അപ്പോൾ അവൾ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ അങ്ങനെയൊന്നും വേണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. 90 ആകുമ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ അവിടുന്ന് ഈ ഒമാനിലൊരു ഇവിടെ ഒരു ഫൈബർ ഗ്ലാസ് കമ്പനിയിൽ പുള്ളി കമ്പനി അവിടെ വരികയും ചെയ്തു. അപ്പോൾ ആദ്യം നിന്ന് അവിടെ കുറേ ഒമാനികൾ അവിടെ വന്നിരുന്ന് റൂമിൽ വന്നിരുന്ന് അബുദാബിയിൽ റൂമിൽ വന്നിരിക്കുമ്പോൾ നീ ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇവിടെ നേരെ പുള്ളിയെ ഇവിടെ കൊണ്ടുവന്നു. കമ്പനി നല്ലതായപ്പോഴത്തേക്ക് പുള്ളിയെ ഒരു വെളിയിലാക്കി. കമ്മീഷനൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതേ കമ്പനിയിൽ, അതായത് ഫൈബറെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു, ഫൈബർ ഗ്ലാസ് കമ്പനിയിൽ തന്നെയാണ് ലബനാനിൽ. അവിടെ നിന്നാണ് എൻ്റെ ചേട്ടൻ ഫൈബർ ഗ്ലാസ് പഠിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ പറയുമ്പോൾ ഞങ്ങൾ 3 പേരാണ്. മൂത്തത് ബാബു, എൻ്റെ മൂത്ത ചേട്ടൻ, രണ്ടാമത് എൻ്റെ സഹോദരി മേബി, മൂന്നാമത് ഇളയതനാണ് ഞാൻ. അപ്പം ചേട്ടൻ തന്നെയാണ് നമ്മളെ കൊച്ചിലെ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ തന്നെയാണ് നമ്മൾ നോക്കിയെങ്കിൽ. പിന്നെ നമ്മുടെ ഇതായപ്പോഴത്തേക്ക് ചേട്ടൻ ഒരു 75 ആയപ്പോഴത്തേക്ക് മാത്യു എന്ന് പറഞ്ഞത്. അപ്പം പുള്ളി ഒരിക്കലും നമ്മളത് വിസ്മരിക്കാൻ പാടില്ല. കാരണം അദ്ദേഹമാണ് ചേട്ടന് ഗൾഫിൽ കൊണ്ടുപോകുന്നത്. നമ്മളെ കുടുംബം ഒരു അന്നത്തെ കാലത്ത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാനാക്കിയത്. അതിന് മുമ്പ് അമ്മ കയറിയിരിക്കാൻ പോയി. ഒരു ചെറുകിട സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഒരു ചെറുകിട കുടിൽ വ്യവസായം എന്ന് പറയുന്നത് മറ്റേ കയറി വിരിക്കാൻ പോകുന്നത്. അപ്പം അവിടുന്ന് അങ്ങനെയാണ് നമ്മളെ വളർത്തുന്നത്, നമ്മളെ 3 മക്കളെ വളർത്തുന്നത്. അപ്പം ഈ കുറച്ച് കൊച്ചിലെ തന്നെയാണ് കൗസല്യ അമ്മ. പുള്ളി ഞങ്ങൾ 3 പേരെ അങ്ങനെ വളർത്തുന്നത്. അവർ കയറി വിരിക്കാൻ പോയി വൈകുന്നേരം കൊണ്ടുവന്നിട്ട് വന്ന് രാത്രി ഒന്ന് ചോറൊക്കെ വെച്ച് നമുക്ക് തന്നു. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ചെയ്യലും. ഒരു 75 ആയപ്പോഴത്തേക്ക് അത് കണക്ക് ഈ എൻ്റെ ചേട്ടൻ ഇടയ്ക്കൊന്ന് അവിടെ നാട് വിട്ട് പോവുകയാണ്. നാട് വിട്ട് പോയിട്ട് ഇത് കണക്ക് മാത്യു എന്ന് പറഞ്ഞത്, പിന്നെ രാജൻ സാറെന്ന് വിളിക്കും മാത്യു. പിന്നെ പുള്ളിയുടെ അടുത്ത് ചെന്ന് പിന്നെ പുള്ളിയോടെ കൂടി. പിന്നെ പുള്ളി തന്നെയാണ് അബുദാബിയിലും പുള്ളിയെ തന്നെ കൊണ്ടുവന്നത്. പിന്നെ അത് കണക്ക് ഈ ഫൈബറെക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ കയറി വന്നുകൊണ്ട് പുള്ളി ഫൈബർ ഗ്ലാസിനെ കുറിച്ച് പഠിക്കുകയും കാര്യങ്ങളെല്ലാം ഫൈബറിനെ കുറിച്ച് എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം പിന്നെ അവർ ഇത് കണക്ക് ഒമാനികൾ വന്ന് ഇങ്ങനെ വിളിച്ച് ഇവിടെ വന്നു. ആ കമ്പനിയും വലുതായി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആ ഫൈബറെക്സിൽ തന്നെ ഒരു പണി അറിയാത്ത ആളിനെ ഫോർമാനായിക്കണം. കാരണം പുള്ളിക്ക് ഇത്രയും കമ്മീഷനൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നു. പക്ഷേ അയാൾക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. കളർ മിക്സിങ് എന്നൊക്കെ പറയുന്നത് ഈ ബാത്ത് ടബ്, ടാങ്ക്, ഷവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. AC കവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. വലിയ പരിപാടികളൊന്നും അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെയാണ്. പിന്നെ അവിടുന്ന് പുള്ളി മാറി. പുള്ളി സ്വന്തമായിട്ട് വേറെ ഒരു കമ്പനി തുടങ്ങി. അൽഷയിൽ അൽക്കിണ്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു കമ്പനി തുടങ്ങി. അവിടെ ഞങ്ങൾ 10-11 പേര്. അപ്പം ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും അവിടുത്തെ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. ഞാനും പുള്ളിയുടെ കൂടെ ഇവിടെ വന്നു. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് വിസ ക്യാൻസൽ ചെയ്ത് പോകുന്ന വഴിയിലാണ് 5 വർഷം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാൻ നേരത്താണ് പ്രഗ്നൻ്റാവുന്നത് എൻ്റെ വൈഫ്. പിന്നെ പുള്ളിയുടെ കൂടെ വന്ന് ഇങ്ങനെ കുറേ നാൾ ഇരുന്നപ്പോൾ പുള്ളിക്ക് ഒരു തോന്നൽ പുള്ളി സ്പോൺസറൊക്കെ ഒന്ന് മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും കമ്പനിയൊക്കെ നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. നമുക്ക് പുള്ളിയുടെ കൂടെ വന്നപ്പോൾ 3 മാസം ജോലി ചെയ്തു. 3 മാസമൊക്കെ ജോലി ചെയ്തു. അങ്ങനെ 3 മാസമൊക്കെ കഴിഞ്ഞു. പുള്ളിയുടെ കൂടെ വന്നപ്പോൾ അങ്ങ് പറയാൻ പറ്റൊന്നുമില്ല. നമ്മൾ കുറച്ച് അതിനു മുമ്പുള്ള എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നമ്മൾ ചേട്ടനാണല്ലോ നമ്മളിങ്ങനെ ആക്കിയത്. പുള്ളിയുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പുള്ളിയെ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം 0 ആണ്, ഒന്നുമില്ല. അവിടെ അബുദാബിയിൽ നല്ല എനിക്ക് കാശുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇത് കൊടുക്കും, നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് വരെയല്ലേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്തു. പിന്നെ പുള്ളിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളി പേയ്മെൻറ്റ് തരാതെ ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പാടില്ലാത്ത അത്രയും രീതിയിൽ എല്ലാം ഉണ്ടായിട്ടെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരവസ്ഥ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഷാർക്ക് സോഫർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ
ജോലിക്ക് തന്നെ പുള്ളി ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ മാറും സഹായിക്കും. ഞാനങ്ങനെ ഷെറസ് ഓവർ പോയ കമ്പനിയിൽ ഹെൽപ്പറായിട്ടുണ്ട്. അതായിരുന്നു തുടക്കം സോഹാറിൽ വീണ്ടും. ആ 95 ഞാൻ ഓൾറെഡി വന്നു. 95 ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞ് അങ്ങനെ നിന്ന് പിന്നെ അവിടുന്ന് പോയിട്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് പിന്നെ അവിടുന്ന് പോയിട്ടാണ് ആ കമ്പനിയിൽ ഹെൽപ്പറായിട്ട് കയറുന്നതാണ്. ഹെൽപ്പറായിട്ട് അവിടെ കയറുന്നു. പിന്നെ അവർക്ക് എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. നീ പറഞ്ഞത് ഇനി എങ്ങും പണ്ടത് കമ്പനിയിലൂടെ നിൽക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈവിങ് പഠിക്കും, ഞാൻ കുഴപ്പമില്ല നീ പഠിച്ചിട്ടൊക്കെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ കമ്പനി എന്നെ വളരെ ഫേവർ ചെയ്തു. അങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും അങ്ങനെ ഇപ്പോൾ നമ്മളൊരു വേറെ കമ്പനിയിൽ വിസയിലുള്ള ഒരാൾ വേറെ കമ്പനിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇത്രയും നമ്മളെ താങ്കളുടെ കാര്യമൊന്നുമില്ല, ഇങ്ങനെ പണിക്ക് വന്നില്ലെങ്കിൽ വരുന്നില്ല, നിനക്ക് ക്യാഷില്ല. അന്ന് അവർ ആ കമ്പനിയിൽ കുഴപ്പമില്ല 3 മണിക്ക് നീ ഡ്രൈവിങ്ങിന് പോകും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഇവിടെ അവർ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ ഓപ്പറേറ്ററായിട്ട് അവിടെ ജോലി ചെയ്തു. സാർ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒമാൻ എന്ന് പറയുന്ന രാജ്യത്ത് പ്രത്യേകിച്ച് സോഹാറിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ അമരക്കാരനാണ് താങ്കൾ. ഇപ്പോൾ ഇവിടെയുള്ള ബിസിനസ്സിൻ്റെ ഒരു സൗകര്യങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സമീപനവും ഒക്കെ സാറെന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപാട് സപ്പോർട്ടാണെന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നാട്ടിലെ ഒരു ബിസിനസ് സംരംഭകൻ അല്ലെങ്കിൽ ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നാട്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അവിടുത്തെ സാധ്യതകളെക്കുറിച്ചും പ്രശ്നങ്ങളെയും പ്രതിബദ്ധതകളെക്കുറിച്ചും ഒക്കെ എന്ന് പറയാൻ കഴിയും? അത് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ നാട്ടിനേക്കാളും നമ്മൾ ഒരു ഒരു നല്ല ഒരു മനസ്സോടു കൂടി നമുക്കിപ്പോൾ ഒരു കംഫോർട്ടബിളായിട്ട് നമുക്ക് ഇറങ്ങി നടക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും നമ്മളെ പ്രവൃത്തിയിലും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം ഇത്രയും ഒരു മനസ്സുഖം അല്ലെങ്കിൽ മനതൃപ്തി, നമുക്കൊരു രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാം, നമുക്കെന്തെങ്കിലും നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഇവിടുത്തെ ഒമാനികളെ സംബന്ധിച്ചോളം ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ സഹകരണം കൊണ്ടല്ലേ. നമ്മൾ ഇപ്പം ഞാൻ ആദ്യം ഒമാനിയൂടെ ഞാൻ ചെയ്തെങ്കിലും അത് ഇല്ലീഗലാണ് യഥാർത്ഥത്തിൽ. കാരണം അവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നേ ഉള്ളൂ. നമ്മൾ അവരല്ല ലൈസൻസും കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ തന്നെ അവർ സപ്പോർട്ടീവായിട്ട് നമ്മൾ കൊടുക്കുന്നു. നമുക്ക് എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ അവരാ ചെയ്യുന്നത്. അവർക്ക് ഇവിടുത്തെ എല്ലാവർക്കും അറിയാമെന്നുള്ള കേസ് തന്നെയാണ്. പക്ഷെ അവർ നമ്മളത് പ്രൊമോട്ട് ചെയ്തു, അവർ നമ്മളെ നിലയിൽ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ അവരെ സഹായിക്കുന്നു, അവർ നമ്മളെ സഹായിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അവർ ചെയ്യുന്നു. ഇപ്പോൾ ടാക്സ് ചേർത്ത് അവിടെ ചെന്നാലും ഇപ്പോൾ ബഹുമാനികൾ നമ്മൾ ഓഫീസിൽ ചെന്നിട്ട് അവർ വളരെ സൗഹൃദമായിട്ടാണ്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. അപ്പം നമ്മളൊരു ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെയൊക്കെ സമീപിക്കുമ്പോഴാണ് അവർ നമ്മളടുത്ത് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളും. നമ്മൾ റോട്ടേ പോകുമ്പോൾ ഈ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ കവിഞ്ഞ് അല്ലാതെ നമ്മൾ ഒരു ആവശ്യങ്ങളായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അതൊരു വലിയ സൗഹൃദങ്ങൾ തന്നെയാണ്. അവർ എല്ലാ കാര്യങ്ങളും അവർ നമ്മുടെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾക്കായിട്ട് ചെന്നിട്ടുണ്ടെങ്കിലും എനിക്ക് മോശമായിട്ടൊരു അനുഭവം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അവരെല്ലാം വളരെ നാട്ടിലെ സ്ഥിതി നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നാട്ടിലെ അവസ്ഥകളും ദിനം പ്രതി ഇപ്പം നമ്മൾ ഈ ഗൾഫ് മേഖല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാ പത്രങ്ങളും എല്ലാ ന്യൂസും ഇപ്പോൾ ഫേസ്ബുക്കായിരുന്നാലും മറ്റുള്ള മീഡിയ വഴിയായിരുന്നാലും പല ന്യൂസുകളും നമ്മൾ കാണുന്നതുകൊണ്ട് നമ്മളെ നാട് എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് നാട്ടിലെ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ പല സംഭവങ്ങളും അറിയാമല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവർ കൊടി കൊണ്ടുവന്ന് കുത്തും. കൊടി കുത്തിയിട്ട് അവർ ചോദിക്കുന്ന പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരടിച്ചു പൊളിക്കും. ഇപ്പം നമുക്കിപ്പോൾ പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഏത് കണക്ക് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ട് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്നലെ വന്ന സംഭവം ഉണ്ടായിരുന്നു. ഒരു സ്പായിൽ ചെന്നിട്ട് പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയണത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് പറയാൻ പറ്റുന്ന കേസിട്ടല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ദേശാഭിമാനി പേപ്പർ വായിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ രാജ്യം ഇത്രയും സുരക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ ഇതൊന്നും ന്യൂസ് കൊടുക്കാറില്ല. വില കൂടിയതും അവർക്കറിയില്ല, വില കുറഞ്ഞതും അറിയത്തില്ല. ഇപ്പോൾ കുറഞ്ഞിട്ടില്ലല്ലോ, കൂടിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പിണറായി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആദ്യം അദ്ദേഹത്തിൻ്റെ
ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ്. പിണറായി പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഗൾഫിൽ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നമുക്കിവിടെ വരുമ്പോൾ നമുക്കുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അന്ന് കേട്ടപ്പോൾ എൻ്റെ സഹാവേ, എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് അയാളുടെ അടുത്ത് ഭയങ്കര ഞാൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പണ്ട് ഞാൻ നാട്ടിൽ മറ്റേ വർക്കർ രാധാകൃഷ്ണന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. പാർട്ടി ഓഫീസിലൊക്കെ എനിക്ക് ഡയറക്റ്റ് കയറി ഞാൻ ചെന്നിട്ടുള്ള ആൾക്കാരാണ്. അന്ന് മറ്റേ അച്യുതാനന്ദൻ മറ്റേ EMS അല്ല, അന്ന് കെയർ ഗൗരി മന്ത്രിയാവുന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മൈതാനത്ത് പോയിട്ട് ഞാനും ഈ ഇൻക്ലാസ് ഉണ്ടാവാന്നൊക്കെ വിളിച്ച ആളാണ്. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിട്ട് സഖാ നീണ വാഴണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുദ്രാവാദ്യം വിളിച്ചത്. അന്ന് കെയർ ഗൗരി വരുമെന്ന് പറഞ്ഞിട്ട് അമ്മ വരുമെന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല. അന്ന് നായരാണ് വന്നത്. അന്ന് പുള്ളിയൊക്കെ എന്ന് പറയണത്, അന്ന് ഈ അച്യുതാനന്ദൻ എന്നൊക്കെ പറയണത് നമ്മൾ നല്ല മനുഷ്യനാണ്. കാരണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയണത് ഇപ്പം ഉമ്മൻചാണ്ടി പറയണത് നല്ല മനുഷ്യനാണ്. നമ്മൾ ഈ രാഷ്ട്രീയം പറയുകയല്ല, രാഷ്ട്രീയം പറയുന്നത് നമ്മൾ ഒരു വ്യക്തി നല്ലതാണെങ്കിലും നല്ലതാണെന്ന് പറയണം, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം. പക്ഷേ മോശമാണ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കണം ഇവർ ശരിയണം, എല്ലാം ശരിയാണ്, അതുകൊണ്ട് എൻ്റെ വായി തോന്നണം എല്ലാം ചെയ്യാം. അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞ സാധനം മരിച്ചു പോകും. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് തന്നെ ആയിരിക്കണം. എങ്ങനെ നമ്മൾ അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ എന്തൊരു ആവശ്യങ്ങൾ പറഞ്ഞാലും അവർ ചെയ്തു കൊടുക്കുന്നതിലും ശരിയും തെറ്റും പറയുന്നവർ ശരി ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഓക്കെ, അതിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുക. തെറ്റാണെന്ന് പറഞ്ഞാൽ അത് മാറ്റി വയ്ക്കണം, അത് തെറ്റാണ്, അത് ജനങ്ങൾക്കത് ഉപകാരപ്പെടുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കണതാണ് നല്ലത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന സ്വന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെയാണ് അത്ര മയക്കാൻ പറ്റൂ. സാറിനെ പോലുള്ള ഒരാൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഒരു ജനങ്ങൾ കേൾക്കുന്നല്ലേ? ജനങ്ങൾ കേൾക്കുന്നതാണ്. പക്ഷെ സംഭവം ആൾക്കാർക്ക് പറയും എന്താ ഇവരെ നമ്മളെ പാർട്ടി എങ്ങനെ ആക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ കണ്ണൂർക്കാരുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം അടുത്ത സുഹൃത്തുക്കളുടെ കാര്യങ്ങളാണ്. എന്നാലും ആളുകൾ കണ്ടാലും കേട്ടാലും അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ നാളെ ഉണ്ടോ ഇല്ലെന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിവിടെ ആരും സ്റ്റേബിളല്ല. ഒരു കാലം നമ്മൾ വിട്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷേ പ്രതികരിക്കാൻ കഴിയാത്ത ആളായിട്ട് ജീവിച്ചിരുന്നുണ്ട് കാര്യമൊന്നും. പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട അല്ലാത്ത കാര്യങ്ങൾ ആവശ്യകാര്യങ്ങൾ ഇടപെടരുത് എന്നുള്ളതാണ്. നമ്മളെ കാര്യം നോക്കി ജീവിക്കാം. ഇപ്പം എല്ലാവരും ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ മിക്ക ആൾക്കാർമാരുടെ എന്തിന് നമ്മൾ പോയി അടി മേടിക്കണത് എന്ന് ആൾക്കാർ ചിന്തിക്കും. നമ്മൾ ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വരുമ്പം മനസ്സിലുള്ള കാര്യങ്ങൾ സഹിക്കമേ വരുമ്പോൾ ഞാൻ അങ്ങ് പ്രതികരിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുക, കാരണം എന്തോ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കണം. അല്ല, നമുക്ക് നമ്മുടെ രാഷ്ട്രീയം തുറന്നു പറയാനും ഉള്ള നമ്മുടെ മനസ്സിലെ വ്യക്തമായ രാഷ്ട്രീയം പറയുക. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിപ്പോൾ ഈ അറബ് രാജ്യങ്ങളായിരുന്നാലും വേൾഡിലായിരുന്നാലും നമ്മുടെ ഉള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾക്കാർ വന്നപ്പോൾ നമുക്ക് ഏത് രാജ്യത്തും നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പറയാം. ആരുടെ മുമ്പിലും തലവരിക്കേണ്ട കാര്യം. അതൊരു വലിയൊരു കാര്യമല്ലേ? അങ്ങനെ ആയിരിക്കണം. നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരായിരുന്നാലും ആ രീതിയിലായിരിക്കണം പറയണതും പ്രവൃത്തിയും എല്ലാം. അങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മൾ ഈ സാമ്രാജ്യങ്ങളെ കെട്ടിപ്പിടിക്കണം, നമ്മൾ ചാപ്പ് ഇത് ഒന്നും കൊണ്ടുപോകില്ല. നമ്മൾ വെറും വിത്തൗട്ട് കൈയോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നാടിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ആരായിരുന്നാലും നമുക്കത് നല്ലതാണ് എന്ന് പറയും. ഇപ്പം നരേന്ദ്രമോദി ഇപ്പോൾ അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം നല്ലതാണ് എന്ന് പറയുന്നതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല. കാരണം അത് പറയുന്നതിന് നല്ലത് ചെയ്യുന്നത് നല്ലതെന്ന് പറയണം, മോശം ആര് ചെയ്താലും പറയണം മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ മോശമാണ് ചെയ്യണമെങ്കിൽ അത് മോശമാണെന്ന് പറയുമ്പോൾ മാത്രമേ ശരിയാണ്, നമ്മളത് മാറ്റപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നത്തുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ സംഘടനാ പ്രവർത്തനമാകുമ്പോഴത്തേക്ക് വിവിധമായ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷെ നമ്മളെല്ലാവരെയും മാനിച്ചും ബഹുമാനിച്ചും കൊണ്ട് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. MHT എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുടെ വിശേഷങ്ങൾ. അതിനേക്കാളുപരി സാറിൻ്റെ ഒരു യാത്രയായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ മുഴുവനും
എങ്ങനെ തുടങ്ങി, അതെ. എവിടേക്ക് പോയി, എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു, ആരൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് സഹായഹസ്തമായിട്ട് എത്തിയത്, നമ്മളെ കൈപിടിച്ച് ഉയർത്തിയവരും താഴ്ത്തവരത്തെ കുറിച്ചൊക്കെ വ്യക്തമായി സംസാരിച്ചു എന്ന് പറയുന്നത് ഈ മനസ്സിൽ ഇനി ഒരുപാട് കഥകളുണ്ടെന്ന് എനിക്കറിയാം. അത് ഇനിയൊരു സമയത്താവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം ദർശന TV വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിൽ എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.